വീരന്മാരെ നിർണയിക്കുന്നത് ജാതി അല്ലെങ്കിൽ കുലം നോക്കിയിട്ടല്ല വീരന്മാരെ നിർണയിക്കുന്നത്. ശാസ്ത്രനിശ്ചയത്തിൽ 3 വിധത്തിലാണ് രാജാക്കന്മാരുടെ ഉത്ഭവം. നല്ല കുലത്തിൽ ജനിച്ചവനും മഹാശൂരനും വളരെ സൈന്യമുള്ളവനും ഇവരാണ് ആ 3 തരം രാജാക്കന്മാർ. രാജാവിനോടൊഴികെ മറ്റാരോടും പാർത്ഥൻ നേരിടുകയില്ലേ? ഇല്ലെങ്കിൽ അതിനും മാർഗമുണ്ട്. ഇവിടെ ഇതാ ഈ സമയത്ത് ഞാൻ കർണനെ അംഗരാജാവായി ഞാൻ അഭിഷേകം ചെയ്യിക്കുന്നു എന്ന് ദുര്യോധനൻ അവിടെ വച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു. ദുര്യോധനൻ്റെ പ്രഖ്യാപന പ്രകാരം ഉടൻ തന്നെ രംഗത്ത് സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടുവന്നു. കർണനെ കുടത്തിൽ ജലം എടുത്തുകൊണ്ട് കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിച്ചു. തൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആ ദുര്യോധനോട് കർണൻ ചോദിക്കുന്നു, പകരമായി ഞാൻ എന്താണ് തരേണ്ടത്? ദുര്യോധനന് മറ്റെന്തും ആവശ്യപ്പെടാമായിരുന്നു. പക്ഷേ ദുര്യോധനൻ പറഞ്ഞത് താൻ ഒടുങ്ങാത്ത സഖ്യം ഇച്ഛിക്കുന്നു എന്നാണ്. ഈ വാഗ്ദാനം അല്ലെങ്കിൽ ഈ സമയത്ത് നൽകിയ വാഗ്ദാനമാണ് ഒടുവിൽ വരെ കർണനെ ദുര്യോധനൻ്റെ പക്ഷത്ത് നിർത്തിയത്. മറ്റൊന്നുമല്ല, തൻ്റെ വാക്കുകൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം കർണൻ ദാനശീലനാണ്. ദാനം കൊടുത്തതൊന്നും അയാൾ തിരികെ വാങ്ങുകയില്ല. ഈ വാക്കുകൾ അയാൾ ദുര്യോധനന് നൽകിയ ദാനമാണ്. തൻ്റെ സഖ്യം അയാൾ ദുര്യോധനന് നൽകിയ ദാനമാണ്. അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ ആ ധീരനായ യോദ്ധാവ് ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. ഒടുവിലത് ഭീഷ്മരുടെ ശരശയ്യയിൽ വെച്ച് ഭീഷ്മരോട് തന്നെ അദ്ദേഹം അത് പറയുന്നുമുണ്ട്. അങ്ങനെ കർണനും ദുര്യോധനനും തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ആകുന്നു.